ഈ വരുന്ന ജനുവരി 11-ാം തീയതി കേരളത്തിലേക്ക് വരികയും ബി.ജെ.പിയുടെ ഏറ്റവും കുറഞ്ഞത് 30 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും ചെയ്യുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അതിൽ പ്രധാനപ്പെട്ട നേതാക്കൾ പല സീറ്റുകളും തെരഞ്ഞെടുത്തു കഴിഞ്ഞു. ബി.ജെ.പി അവരെ ഏൽപ്പിച്ചു കഴിഞ്ഞു. എന്നാൽ ആര് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും മത്സരിച്ചോട്ടെ, തിരുവനന്തപുരം നഗരത്തിൽ 2 സീറ്റുകൾ ബി.ജെ.പിക്ക് ജയിക്കണം. അത് വിജയിപ്പിക്കാനുള്ള ഉത്തരവാദിത്തം പിണറായി വിജയന് തന്നെ നൽകാനാണ് അമിത്ഷായുടെ വരവിൻ്റെ ഉദ്ദേശം എന്നാണ് അറിയുന്നത്. തൃശ്ശൂർ പൂരം കലക്കി സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചതുപോലെയുള്ള തന്ത്രങ്ങൾ വഴി 2 പ്രമുഖരെ നിയമസഭയിൽ എത്തിക്കാനാണ് ബി.ജെ.പി തീരുമാനിച്ചിരിക്കുന്നത്. അതിന് പിണറായി വിജയൻ ഓക്കെ പറയും. പറഞ്ഞില്ല എങ്കിൽ കേന്ദ്രത്തിൽ നിന്ന് വിവരമറിയും. തിരിച്ച് എന്തു തരുമെന്നും CPM-നെ എവിടെ സഹായിക്കും എന്ന് പോലും ചോദിക്കാൻ കഴിയാതെ എല്ലാത്തിനും തലയാട്ടി നിൽക്കാനുള്ള ശേഷി മാത്രമേ ഇന്ന് പിണറായി വിജയനുള്ളൂ. അതുപ്രകാരം നേമമണ്ഡലത്തിൽ രാജീവ് ചന്ദ്രശേഖറും കഴക്കൂട്ടത്ത് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരനും സീറ്റ് ഉറപ്പിച്ചു കഴിഞ്ഞു. ജനുവരി 12-ാം തീയതി അവർ പ്രചരണം തുടങ്ങും. ചരിത്ര വിജയം നേടി തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി.ജെ.പി അധികാരത്തിലെത്തിയത് ആഘോഷമാക്കാൻ കൂടിയാണ് അമിത്ഷാ എത്തുന്നത്. അതോടൊപ്പം തന്നെ 2 പേരെ നിയമസഭയിൽ എത്തിക്കുമെന്ന് ആ കോർപ്പറേഷനുള്ളിൽ നിന്ന് അമിത്ഷാ പ്രഖ്യാപിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുമെന്ന പ്രഖ്യാപനം നിലനിൽക്കെയാണ് മോദിക്ക് മുൻപേ തന്നെ അമിത്ഷാ തന്ത്രങ്ങൾ മെനയാൻ എത്തുന്നത്. ഈ മാസം 11-നാകും അമിത്ഷാ തിരുവനന്തപുരത്ത് എത്തുക. പ്രധാനമന്ത്രി തിരുവനന്തപുരം സന്ദർശിക്കുന്ന തീയതി അന്ന് അമിത്ഷാ ഔദ്യോഗികമായി അവിടെ പ്രഖ്യാപിക്കുകയും ചെയ്യും. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വിജയം നേടിയ ബി.ജെ.പി അംഗങ്ങളെയെല്ലാം ആഭ്യന്തരമന്ത്രി നേരിൽ കാണുകയും അഭിസംബോധന ചെയ്യുകയും ചെയ്യും. കേരളത്തിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്, അല്ലെങ്കിൽ ഇപ്പോഴും ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ് ബി.ജെ.പി CPM കൂട്ടുകെട്ട് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്നുള്ളത്. എന്നാൽ അടുത്ത കാലത്ത് ബി.ജെ.പിയുടെ മനസ്സ് മാറി എന്നാണ് അവരുമായി അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന. അതായത് CPM-ഉം പിണറായി വിജയനും ഇനി ആര് വിചാരിച്ചാലും എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്ത തരത്തിൽ തകർന്നു പോയിരിക്കുന്നുവെന്നും ബി.ജെ.പിയുടെ ഒരു 10,000 വോട്ട് വെച്ച് എല്ലാ മണ്ഡലത്തിലും നൽകിയാലും രക്ഷപ്പെടാൻ CPM-ന് കഴിയില്ലെന്നും ബി.ജെ.പി തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതുപോലെ CPM-ന്റെ പ്രവർത്തകരും അണികളും തന്നെ വലിയ കലിപ്പിലുള്ള സാഹചര്യത്തിൽ രഹസ്യമായി വോട്ട് മാറ്റി നൽകുന്ന കാര്യം നടക്കില്ല എന്നും ബി.ജെ.പിക്ക് സന്ദേശം ലഭിച്ചിരിക്കുകയാണ്. അതുപ്രകാരം CPM ബി.ജെ.പി കൂട്ടുകെട്ടില്ലാതെ തന്നെ തൃശ്ശൂർ മോഡലിൽ CPM-നെ കൊണ്ട് തന്നെ ഹൈന്ദവ വിരുദ്ധ വികാരം ഇളക്കിവിടാൻ പറഞ്ഞ് അതുവഴി ഹിന്ദുക്കളുടെ വോട്ട് ബി.ജെ.പിയിൽ എത്തിക്കാനാണ് ബി.ജെ.പി കേന്ദ്ര നീക്കം നടക്കുന്നത്. അതിൻ്റെ ഭാഗമാണ് നമ്മൾ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് ലോട്ടറി ടിക്കറ്റിൽ ആർത്തവരക്തം പുരണ്ട ശിവലിംഗത്തിൻ്റെ ചിത്രം നൽകിയത് അതീവ ഗുരുതരമായി കത്തിപ്പടരേണ്ടിരുന്ന ഒരു വിഷയമാണ്. ആ വിഷയം കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങളുടെ ഇടപെടൽ കൊണ്ട്, മൈൻഡ് ചെയ്യാതെയുള്ള നീക്കം കൊണ്ട് കേരളം ഇന്നും ശാന്തമായി നിൽക്കുന്നു. ഇങ്ങനെ ഇനിയും വർഗീയ പ്രശ്നങ്ങൾ, ഹൈന്ദവർക്കെതിരെയുള്ള നീക്കങ്ങളൊക്കെ കാണാം. വെള്ളാപ്പള്ളിയെ ഏൽപ്പിച്ചിരിക്കുന്നതും അതിലൊരു പണി തന്നെയാണ്. അങ്ങനെ പിണറായി വിജയനും കുടുംബവും പെട്ടിരിക്കുന്ന കേസുകളിലെല്ലാം ശിക്ഷ വിധിക്കപ്പെട്ടാൽ ഇനി പുറം ലോകം കാണില്ല എന്നുറപ്പുള്ളതിനാൽ ബി.ജെ.പി പറയുന്നത് പോലെ ചെയ്ത് അവർക്ക് സഹായം നൽകാനാണ് പിണറായി വിജയന്റെ തീരുമാനം. അതായിരിക്കും ബി.ജെ.പി കേന്ദ്ര നേതൃത്വത്തിന്റെ താക്കീതും. അതിനാണ് അമിത്ഷാ എത്തുന്നത്. അതും തിരുവനന്തപുരത്തെ നേമമണ്ഡലം രാജീവ് ചന്ദ്രശേഖരനും കഴക്കൂട്ടം മുരളീധരനെയും ഏൽപ്പിക്കാൻ തന്നെയാണ് തീരുമാനം. അത് പിണറായി ശിരസാ വഹിക്കും.